പോക്സോ കേസിൽ യൂട്യൂബർ VJ മച്ചാൻ അറസ്റ്റിൽ. കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആറുകാരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. യൂട്യൂബർ VJ മച്ചാൻ അറസ്റ്റിലായിരിക്കുന്നു. കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ വിഷയമാണ് ഇപ്പോൾ ഒരു വാർത്തയാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഈ ഒരു വിഷയം ഞാൻ രാവിലെ തന്നെ അറിഞ്ഞു. പലരും എനിക്ക് മെസ്സേജ് ആയിട്ടും ഇതുപോലെ തന്നെ വീഡിയോ ആയിട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പലർക്കും അറിയാം, ഈ VJ മച്ചാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പറയുന്നുണ്ട് ഹേ മച്ചാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട്. പെൺകുട്ടികൾ നല്ലൊരു ക്യൂട്ട് കുട്ടി എന്നൊക്കെ വെച്ചിട്ട് വീഡിയോ ഇടാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടന്റ് തന്നെ ഒരു ഈ കോഴിത്തരം പോലത്തെ കണ്ടന്റ്, അതായത് പെൺകുട്ടികളുടെ അടുത്ത് ചെല്ലുന്നു, അവരെ കണ്ടിട്ട് നിങ്ങൾ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നു. അപ്പൊ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കേസുമായിട്ട് വന്നിരിക്കുകയാണ്. കേസ് മറ്റേ പോക്ക് കേസാണ് കേട്ടോ, ആ ഒരു കേസാണ്. അപ്പൊ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി ഞാൻ ആ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം, ഇതെന്താ സംഭവിച്ചത് എന്നുള്ളത്, പെൺകുട്ടി നേരിട്ട് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ VJ മച്ചാൻ എനിക്ക് പേഴ്സണലി വലിയ പരിചയമില്ല, പക്ഷെ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ട് ഞങ്ങൾ സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് ആ പേഴ്സണലി ഉള്ള പരിചയത്തിൽ എനിക്ക് മനസ്സിലായത് ആള് ഈ പറയുന്നത് പോലെ ഒരു ഉപദ്രവകാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പേഴ്സണൽ അനുഭവം പറയാം, ഒറ്റ തവണ എനിക്ക് പരിചയമുള്ളൂ. പക്ഷെ നമുക്ക് ഇനി വരുമ്പോൾ ഇങ്ങനത്തെ കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇനിയിപ്പോൾ ജാമ്യം കിട്ടുമോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ കേസ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് വിശദീകരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഈ VJ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത്. അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് VJ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് VJ മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. കാര്യമായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. നിലവിൽ ഈ VJ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങളൊപ്പം VJ മച്ചാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും. പെൺകുട്ടി കളമശ്ശേരി പോലീസിൽ ഡയറക്റ്റ് വന്ന് കേസ് കൊടുക്കുകയായിരുന്നു എനിക്കറിയാൻ സാധിച്ചു. ഈ ഒരു പെൺകുട്ടി ഡയറക്റ്റ് വന്ന് കേസ് കൊടുത്തപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ പെൺകുട്ടി ഏത് തരത്തിലാണ് കേസ് കൊടുത്തത്? ഈ പറയുന്നത് പോലെ ചാറ്റ് ചെയ്തിട്ട് ചാറ്റുമായി ബന്ധപ്പെട്ടതാണോ, അതല്ലെങ്കിൽ നേരിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണോ, എന്തൊക്കെയാണുള്ളത് കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം. മാത്രമല്ല ജാമ്യമില്ലാത്ത വകുപ്പാണോ, അതല്ല ജാമ്യം കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം VJ മച്ചാനുള്ള ഗ്രൂപ്പല്ല, അപ്പൊ അല്ലാതെ ആ ഗ്രൂപ്പിൽ രണ്ടുപേരും സംസാരിച്ചു. ഒരു ബ്ലോഗറായിട്ടുള്ള പെൺകുട്ടിയും അതേപോലെ ഒരു ബ്ലോഗറായിട്ടുള്ള ആൺകുട്ടിയും സംസാരിച്ചു. അവർ രണ്ടുപേരും സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പേഴ്സണലി ഈ പറയുന്ന VJ മച്ചാനെ പരിചയമുണ്ട്. ഒരു തരത്തിലും മോശമായിട്ടുള്ള അനുഭവം ഇതുവരെ ഈ പറയുന്ന VJ മച്ചാന്റെ അടുത്തൊന്നും ഈ പറയുന്ന 2 പേർക്കും തോന്നിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ പെൺകുട്ടികളായിട്ടൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടാ, ഈ പെൺകുട്ടികളായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഈ പരിചയമില്ലാത്ത പെൺപിള്ളേരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത പ്രശ്നമുണ്ട്. അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടന്റ് ആണ്, ജസ്റ്റ് കണ്ടന്റ് മേക്ക് ചെയ്യുന്നു, അത് അവിടെ കഴിയുന്നു എന്ന് മാത്രമാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കും അവിടെ നിന്നപ്പോൾ മനസ്സിലായത് ആൾ വളരെ സ്നേഹത്തോടെ നമ്മൾ സംസാരിച്ചു, ഫോട്ടോ എടുത്തു, ചിൽ വൈബിൽ ഫ്രണ്ടായിട്ട് പോയി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആളുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന കൂട്ട് ഒരു അനധികൃതമായിട്ടൊരു പെൺകുട്ടിയിലേക്ക് ഇങ്ങനെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ അറിയാം. പിന്നെ ഓരോ മനുഷ്യന്റെ കാര്യമാണല്ലോ. മാത്രമല്ല രണ്ടാമത്തെ കാര്യം, ഇനി അടുത്ത വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 വിഷയങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരാളെ പെടുത്താൻ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട മേഖലയുമായിട്ടായിരിക്കും പെടുത്താൻ ശ്രമിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഒരാൾ വസ്തു കച്ചവടമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ആർക്കെങ്കിലും പെടുത്തണമെങ്കിൽ ഏതെങ്കിലും വസ്തുവിന്റെ കേസിലായിരിക്കും പെടുത്തുന്നത്. ഒരാൾ വണ്ടി കച്ചവടമായിട്ട് നിൽക്കുകയാണെങ്കിൽ അയാളെ പെടുത്തണമെന്ന് ശ്രമിക്കുകയാണെങ്കിൽ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കേസിലായിരിക്കും. അപ്പോൾ VJ മച്ചാൻ നിൽക്കുന്നത് ഈ പറയുന്ന തരത്തിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വേണമെങ്കിൽ പെടുത്താനും പറ്റും. കാര്യം VJ മച്ചാന്റെ ബർത്ത്ഡേ ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാണ്ടാണെന്ന് എനിക്കറിയാൻ സാധിച്ചു. ആ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ തന്നെ ഇങ്ങനൊരു കേസ് വരുന്നു. അയാൾ അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എന്റെ ഒരു കണക്കൂട്ടൽ വെച്ച് എനിക്ക് ഒരു സംശയം, അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സാണെന്ന് നമുക്ക് അവരുടെ രൂപം കണ്ട് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾക്ക് വളർച്ചയുള്ള പെൺകുട്ടികളുണ്ട്, ആൺപിള്ളേരും അങ്ങനെ തന്നെ. അപ്പൊ ഇതൊരു പ്രണയബന്ധം വല്ല ആണോ എന്ന് സംശയമുണ്ട്. കാരണം പ്രണയത്തിലായി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഈ പറയുന്ന ഏജ് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറയുന്ന പോലെ ആയിരിക്കും കേസ് വരുന്നത്. വീട്ടുകാർ എങ്ങനെ പറയുന്നു ആ രീതിയിൽ കേസ് എടുക്കണം, അതാണ് അതിന്റെ ഒരു രീതി. മാതാപിതാക്കൾ പറയുന്നതായിരിക്കും കേസ്. അപ്പോൾ ഈ പറയുന്ന പോക്ക് കേസിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വന്നതാണോ എന്ന് പരിശോധിക്കണം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ഈ പറയുന്ന VJ മച്ചാൻ എന്ന് പറയുന്ന ആളെ പെടുത്താൻ ശ്രമിച്ചതാണോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, ഞാൻ വർക്ക് ചെയ്യുന്ന റേഡിയോയുടെ അപ്പുറത്തുള്ള സുഹൃത്താണ്. അപ്പം അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ഇതേപോലെ തന്നെ അവന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അയൽ തർക്കം, മതിൽ കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അയൽത്തർക്കം നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു. ആ വീട്ടിലെ ചേട്ടനും ഇവന്റെ സുഹൃത്തുമായിട്ട് തമ്മിൽ വഴക്ക് വീടിയൊക്കെ ആവുന്നു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് കേസ് വരുന്നത് എന്താണെന്നറിയാവോ? ആ അപ്പുറത്തെ അയൽ വീട്ടിലെ ചേട്ടന്റെ
പിള്ളേരുണ്ട്, പെൺപിള്ളേർ, അവരെ ഈ പറയുന്ന രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോക്ക് കേസ് ഈ പയ്യന്റെ പേരിൽ ഇടുക ചെയ്യുന്നത്. ആ സ്റ്റേഷനിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാം വിഷയം ഇതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഒരു വിധത്തിൽ അത് വകുപ്പ് കുറച്ചിടാൻ പറ്റി. എന്നാലും പോക്ക് കേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പേര് വന്നു. പക്ഷെ സംഭവം എന്താ, അപ്പൊ ആ രീതിയിലേക്ക് ഇത് പെടുത്താൻ ശ്രമിച്ചതാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. എന്റെ സംശയം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാന കാര്യം, ഈ വിജയ മച്ചാൻ ഈ രീതിയിലേക്ക് പെൺകുട്ടിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം നിഷ്കർഷിക്കുന്ന എന്ത് ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങണം. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ 1% അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല, നമ്മൾ ആരും നിൽക്കത്തില്ല. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പ്രണയത്തിലായിരുന്നിട്ട് ഈ പറയുന്നത് പോലെ വീട്ടുകാരിടപെട്ടോ ഇല്ലെങ്കിൽ പ്രണയം പൊട്ടിയ സമയത്തോ വന്നിട്ട് പ്രായം വെച്ചിട്ട് ഈ പറയുന്ന രീതി പണി കൊടുക്കുന്നതാണെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് വിജയ മച്ചാനാണെങ്കിലും ആരാണെങ്കിലും മനസ്സിലാക്കിയിരിക്കണം, ഒരാളുടേക്ക് നമ്മൾ പോകുമ്പോൾ അവർ മ്യൂച്വലി കൺസെന്റ് ആയിട്ടുള്ള എന്ത് പരിപാടി ആണെങ്കിൽ പോലും അവരുടെ പ്രായം ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണ്. ഈ പറയുന്ന ഏജ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വേറെ രീതിയിലേക്ക് അത് വരുത്തുള്ളൂ. ഉറപ്പായിട്ടും അതിനെ ഈ രീതിയിലേക്ക് പോക്ക് കേസിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നോക്കി മാത്രം നിൽക്കണം. മാത്രമല്ല അന്ന് ഞാൻ ഈ പുള്ളിക്കാരനെ വിജയ മച്ചാൻ ഇവിടെ പ്രോഗ്രാമിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഈ പറയുന്ന പോലെ നിനക്ക് ഒരാൾ പണി തരാൻ വേണമെങ്കിൽ നടക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പണി തരാം. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, മച്ചാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരു ബന്ധത്തിലും അങ്ങനൊന്നും പോകത്തില്ല, എനിക്ക് അങ്ങനെ കാര്യങ്ങളില്ല, ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടല്ല, ഞാനൊരു മോശം ബന്ധത്തിലേക്ക് പോകുന്ന ഒരാളല്ല എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹം ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി വരുന്ന ദിവസങ്ങളിലെ വാർത്തകളിലും ഇതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു രീതിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ പെടുത്താൻ ശ്രമിക്കുന്നതാണെങ്കിൽ ആ പെടുത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഇപ്പൊ വാർത്തയുടെ ചെറിയ ഭാഗം വന്നിട്ടേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കിട്ടും. അതൊക്കെ വാർത്തക്കാർ എന്തായാലും പുറത്തു വിടും. ഇനി അപ്പുറത്തേക്ക് ഇനി ഒരു കാര്യങ്ങളുണ്ട്, ഒരു യൂട്യൂബറെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടാനിരിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പൊലിപ്പിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം കുത്തകയായിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പല പരസ്യങ്ങളും യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും വന്ന് അവർ ലളിതമായ രീതിയിൽ ചെയ്തു പോകുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്. അതുകൊണ്ട് ഏതൊരു യൂട്യൂബറെ, അതിപ്പം 200 സബ്സ്ക്രൈബർ ഉള്ള അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബർ ഉള്ള ഒരു വീഡിയോ ഇട്ട ആളാണെങ്കിൽ പോലും യൂട്യൂബർ എന്നുള്ള രീതിയിൽ കൊട്ടി ആഘോഷിച്ച് ആ ഒരു മേഖലയെ മൊത്തം തകർക്കുന്ന ഒരു പരിപാടി ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പലയിടത്തും ഉണ്ട്. ഇവിടെ സത്യം എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. ഈ കേസ് ഇതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. അത് പെടുത്തിയതാണെങ്കിൽ ഉറപ്പായിട്ടും അത് ആ രീതിയിലേക്ക് വരട്ടെ. അതല്ല അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ കിട്ടണം. അതല്ല പെടുത്തിയതാണെങ്കിൽ ഉറപ്പായിട്ടും സത്യം പുറത്ത് വരിക തന്നെ വേണം. ഈ ഒരു അവസരത്തിൽ ഒരാളുടെ മുൻവൈരാഗ്യം വെച്ചിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അങ്ങനെയാണ്, അവൻ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ വെച്ചിട്ടോ എനിക്ക് ഒരാളെ ക്രൂശിക്കാൻ അങ്ങനെ താല്പര്യമില്ല. ഒരാൾ പെട്ടിരിക്കുമ്പോൾ അയാൾ പെട്ട് കിടക്കുവാണോ അതല്ല അയാൾ അനുഭവിക്കേണ്ടത് തന്നെയാണോ എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് വന്നതിന് ശേഷം അതേപ്പറ്റി പ്രതികരിക്കാം. അല്ലാതെ അയാളോട് എനിക്ക് മുൻവൈരാഗ്യം വെച്ചിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും വെച്ച് നമ്മൾ ഈ ഒരു അവസരത്തിൽ സംസാരിക്കുന്നതിൽ കാര്യമില്ല. കാരണം പൂർണ്ണമായിട്ടുള്ള വിഷയങ്ങൾ വരട്ടെ. കാര്യം നിയമങ്ങൾ കൂടുതലായിട്ട് സ്ത്രീക്ക് പരിഗണന കൊടുക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു കേസ് ആകുമ്പോഴാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ സത്യങ്ങൾ പുറത്ത് വരട്ടെ. ഇത് ചാറ്റ് ചെയ്തിട്ട് ഫ്ലർട്ട് ചെയ്യാൻ നോക്കിയതാണോ, അതല്ല ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ, അതല്ല ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കിന്റെ പേരിൽ ഇങ്ങനെ വന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടിയാണ് നിരപരാധിയെങ്കിൽ പെൺകുട്ടിയുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വിജയ മച്ചാൻ അദ്ദേഹത്തിനെ പെടുത്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽതാഫ് സൈനിങ് ഔട്ട്.